ഇന്ന് നമുക്കൊരു കിടിലൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അരിപ്പൊടിയും പൊട്ടറ്റയൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിതൊരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ അരിപ്പൊടി കൊണ്ടുള്ള ഈ കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 4 അല്ലി ചെറിയ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം അവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് അതേ കപ്പിന് 1 കപ്പ് അരിപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമല്ല. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടൊരു 3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ബോയിൽ ചെയ്ത പൊട്ടറ്റയാണ്. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പുഴുങ്ങിയ പൊട്ടറ്റോ നമ്മളിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടി വെച്ചിട്ടുള്ള അരിപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആവുന്ന വിധത്തിൽ നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടൊരു 5 മിനിറ്റ് നല്ല പോലെ കുഴച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമ്മളിത് 4 വലിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. ഒരേപോലെയുള്ള ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇതാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിത് 4 ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ആദ്യം കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ തിന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ തിന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്കെല്ലാം ഉരുട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മളെടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. അതിനുശേഷം പിന്നെ നമ്മളൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ സ്നാക്ക് തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എണ്ണ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എണ്ണയ്ക്കൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഹൈ ഫ്ലെയിമിൽ ഇടുന്നത്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അരിപ്പൊടിയും പൊട്ടറ്റോയും കൊണ്ടുള്ള നല്ല കിടില സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്